പ്രിയമുള്ളവർ, എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ഹബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് കാരണം ഇന്ന് രാവിലെ TV ന്യൂസിൽ കാണുന്ന കാഴ്ച, ഒരു +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 15 വയസ്സുള്ള പെൺകുട്ടിയെ പിതാവ് പീഡിപ്പിച്ചു. നഴ്സിംഗ് കോളേജിലെ കുട്ടികളെ അതിക്രൂരമായിട്ട് ടാഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ വളരെ അപകടകരമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളൊരവസ്ഥ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. എനിക്കും 2 പെൺകുട്ടികൾ ഉള്ളതാണ്. എൻ്റെ 2 പെൺകുട്ടികളും പഠിക്കുകയും ഒരാൾ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ നഴ്സിംഗ് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ വളരെ ഭീതിതമായ ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത്. നമ്മുടെ സമൂഹം ഇതെന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയിട്ടുള്ളത്? അതിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാളും കഷ്ടമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അവൻ്റെ മനസ്സ് വളരെയധികം ക്രൂരമാകുകയും അവൻ്റെ മനസ്സിൽ വളരെയധികം ദുഷ്ടത നിറയുകയും ചെയ്യണം. നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ ഉപദ്രവിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മൾ പേടിയോടുകൂടിയാണ് ഇതെല്ലാം കാണുന്നത്. പലപ്പോഴും ഇതിനെല്ലാത്തിനും കാരണം കുടുംബങ്ങൾ തന്നെയാണ്. ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ നിന്നും പുറത്തു വരുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ മുതൽ ആ കുട്ടിയിലേക്ക് ലഭിക്കുന്ന വിചാരങ്ങളും ഒക്കെ 7 വയസ്സ് വരെ ആ കുട്ടി നേരിടുന്ന സംഭവങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളും ഒക്കെയാണ് അവനെ ക്രൂരതയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കുട്ടികളാണ് നാളെ നമ്മുടെ സമൂഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയധികം ക്രൂരമായ പീഡനങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന കുട്ടികൾ വളരെയധികം മാരകമായ പ്രഹരശേഷിയോടുകൂടി അവർ പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അവർ വളർന്നു വലുതാവുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ചെറുപ്രായത്തിൽ ഏറ്റിട്ടുള്ള ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ അവരുടെ സ്വഭാവത്തിൽ വരികയും അവരതിനേക്കാൾ ക്രൂരമായ രീതിയിൽ സമൂഹത്തിനോട് പ്രതികരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ നാളേക്കുള്ള അടുത്ത ജനറേഷനിലേക്ക് വരേണ്ട കുട്ടികളെ വളരെ കരുതലോടെ, വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ നാളെ നമ്മൾ ആവശ്യതയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നാളെ അവരിൽ നിന്ന് സ്നേഹവും പരിലാളനയൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് അവരെ കരുതലോടെ വളർത്തിയേ പറ്റും. നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടെ കരുതലോടെയും കൊണ്ടുപോയില്ലെങ്കിൽ ഇനിയും ഇതിനധികം ഞെട്ടിക്കുന്ന വാർത്തകളായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരിക. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ നമ്മുടെ കുട്ടികളുമായിട്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായി അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരുടെ സ്വരത്തിൽ, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളിൽ എന്തെങ്കിലും ഒരു മുറിപ്പെടുത്തുന്ന വിഷയം ഉണ്ടാവുകയാണെങ്കിൽ, അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കണം. അത് അമ്മയായാലും അപ്പനായാലും അല്ലെങ്കിൽ ടീച്ചറായാലും അവരുമായിട്ട് അടുത്തിടപഴകുന്ന ബന്ധുക്കളായാലും അവരുടെ സ്വഭാവത്തിലോ അവരുടെ മുഖഭാവത്തിലോ ചെറിയൊരു വ്യത്യാസം കണ്ടാൽ അത് മനസ്സിലാക്കാനും അത് പുറത്തു കൊണ്ടുവരുവാനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും അവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരുപാട് അപകടങ്ങളിൽ നിന്നും ആത്മഹത്യകളിൽ നിന്നൊക്കെ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം. എല്ലാവരെയും സന്തോഷ സമാധാനമുള്ള നാളേക്ക് വേണ്ടി അണിചേരാം.